ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇത് വിസിറ്റ് ചെയ്യണം. ഒരു പക്ഷേ താജ്മഹൽ ഇല്ലാതിരുന്നെങ്കിൽ ലോകാത്ഭുതത്തിൽ വരെ സ്ഥാനം പിടിക്കാവുന്ന ഒരു സാധനമാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ അടുത്താണ്. ഒരു ഓവർനൈറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. നിസ്സാര ഒരു 1000 രൂപ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ജമ്മാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി മലയാളീസ് ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സത്യ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് മെയിൻ അമ്പലത്തിലേക്ക് വരാം. പക്ഷെ ഒരു ദിവസം ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ വരുമ്പോ കുട കരുതുക, സൺസ്ക്രീൻ കരുതുക, ഉച്ച സമയത്തുള്ള യാത്ര ഒഴിവാക്കുക, സൺഗ്ലാസ് മസ്റ്റ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞങ്ങളൊക്കെ ടാൻ അടിച്ച് ഏറെക്കുറെ ടാൻ അടിച്ച് നശിച്ചു, കുഴപ്പമില്ല. പക്ഷെ അപ്പൊ എല്ലാവരെ പോലെയും കുറെ നാളത്തെ റീല് കണ്ടതിന് ശേഷം ഞാനും നേരെ തഞ്ചാവൂർക്ക് വിട്ടുവിട്ടാ. തഞ്ചാവൂർ 9 മണിക്ക് എത്തുന്ന ട്രെയിൻ എത്തിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9:45 ഉണ്ടാവും. അപ്പം ബാക്കി വീഡിയോസ് ഞാൻ ഇടാം. എന്തായാലും പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ കറക്റ്റ് ഇടാം. എനിക്കാണെങ്കിൽ നിറച്ച ആൾക്കാർ നമ്മളോട് നാണാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് എൻട്രൻസും എക്സിറ്റും ഉള്ള ഏരിയ. ഇവിടെ സൈഡിൽ തന്നെ 30 രൂപ കൊടുത്ത് നമുക്കൊരു AC-യുടെ ഒരു മറ്റേ ഫ്രഷ് ആവുള്ള സ്ഥലമുണ്ട്. പക്ഷേ അവിടെ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല. ഫ്രഷ് ആയി വെള്ളമൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആരൊക്കെ പോയില്ല രക്ഷയില്ല. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറുന്ന ഏരിയയിലേക്ക് വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബസ് കയറുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നിട്ട് മിനി ബസ് വരും. മിനി ബസ്സിൽ നമ്മൾ ആദ്യം പോകുന്നത് മാരിയമ്മൻ കോവിലേക്കാണ് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മിനി ബസ് കയറി. അതിൽ കയറി നല്ല സ്ഥലം കേട്ടോ. അതിന് മിനി ബസ്സിൽ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാരിയമ്മൻ കോവിലെത്തി. മാരിയമ്മൻ കോവിൽ പ്രത്യേകിച്ച് കാണാവുന്നില്ല. എന്താ പറയുക, ഇവിടുത്തെ മറ്റേ ആചാരങ്ങളും പൂജകളും അങ്ങനെ സെറ്റപ്പാണ്. നമ്മൾ വണ്ടിയിൽ നിന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ് മാരിയമ്മൻ കോവിൽ പോകണം, നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരിൽ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്നാലും ഒരു ദിവസത്തിൽ ഇതും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ വന്ന് ഇവരുടെ ആചാരങ്ങളും കാര്യങ്ങളും പിന്നെ ആകെ കാണാനുള്ളത് ഈ ഒരു സംഭവം സ്ട്രക്ചർ പോലത്തെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ല കളർഫുള്ളാണ്. അപ്പോൾ അത് കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ അതേമാതിരി തന്നെ അവിടെ നിന്ന് അടുത്ത ബസ് കയറി. ഞാൻ പുള്ളിനെ ട്രെയിനിൽ വെച്ച് കണ്ട കേട്ടോ. നമ്മുടെ അഭിദോസ്താണ് പറഞ്ഞു പിടിച്ച് വന്ന് നമ്മൾ അങ്കമാലിക്കാരനാണ് പുള്ളി. അപ്പോൾ ഞാനും സോളോ ആളും സോളോ അങ്ങനെ വഴി വെച്ച് കണ്ടത് ആ പുള്ളിനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ഏജായ ഒരു പുള്ളീനെ കണ്ട് സംസാരിച്ച്. പുള്ളിയാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ്, ജാതി ഇംഗ്ലീഷ്. ആൾ പണ്ടത്തെ ഏതോ ഗവൺമെൻറ് സ്റ്റാഫായിരുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളാൾ തിരിച്ച് മ്യൂസിയത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ച് കയറി. ആൾ പറയണം അവിടുത്തെ ഒന്ന് ഇറങ്ങി. എന്നിട്ട് ആൾ നമ്മളടുത്തൊരു ബസ് കയറ്റി വിട്ട് നമ്മുടെ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ അവിടുന്ന് ബസ് കയറ്റി വിട്ടു. ഓൾഡ് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ബോംബെ സ്പൈസി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. എല്ലാവരും അതായത് ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ബോംബെ സ്പൈസി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത്യാവശ്യം നല്ല കടയാണ്. അവിടെ നല്ല ഈ പറഞ്ഞ ഫുൾ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ ബേസ് ചെയ്ത് എല്ലാ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് രാവിലെ കഴിച്ചത് മസാല ദോശയും മസാല ദോശയും ഒരു കോഫിയാണ് നമ്മൾ രാവിലെ അവിടെ നിന്ന് കഴിച്ചത്. അവിടുത്തെ ഈ പറഞ്ഞ ഒരു ഓറഞ്ച് ചട്നി ഉണ്ട്. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല, മാരക സാധനം. അത് കഴിഞ്ഞ് ഞാനും ഈ പറഞ്ഞ മാതിരി അവിടെ നിന്ന് ഒരു മസാല ദോശ ഞാൻ ഒരെണ്ണം 2 കഴിക്കണമെന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വയറ് ഫുള്ളായിട്ട് കഴിച്ച് ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ള മൂഡിൽ നമ്മൾ അധികം കഴിച്ചില്ല. ഒറ്റൊരു മസാല ദോശ മാത്രമേ കഴിച്ചുള്ളൂ. സാധനം കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി സീറ്റ്സൊക്കെ മേടിക്കണമെങ്കിലും ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. അവിടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് പുറത്തിറങ്ങാമെന്ന് ഉദ്ദേശിച്ചാൽ പുറത്ത് മുട്ടം വെയിലാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്, പുറത്തിറങ്ങാൻ. പക്ഷെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു, മ്യൂസിയത്തേക്ക് നടക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നടക്കുന്ന വഴിയിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും ഈ പഴയ ടൈപ്പ് സാധനങ്ങളാണ്. ഇതെന്തോ ഒരു ഗവൺമെൻറ് ഓഫീസാണ്. ഇതും ഒരു പഴയ സ്ട്രക്ചറിൽ പണിത് സെറ്റാക്കി വെച്ചാണ് ഒരു ഓഫീസാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഒരു സ്കൂള് കണ്ടായിരുന്നു. എല്ലാം കൊള്ളാം. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നടക്കാൻ. എൻ്റെ പെണ്ണ് വെച്ചാൽ ഒരു രക്ഷയില്ല. ചൂടെന്നൊക്കെ പറഞ്ഞ് ചൂടി സത്യം പറഞ്ഞാൽ കൊടയും മയിലെ കൊണ്ട് വന്നിട്ട് പെട്ടുപോകും. ഒരു രക്ഷയില്ല. ചൂടേ കണ്ണട പോലും ഞാൻ എടുത്തില്ല. കണ്ണട എടുത്ത് കഴിഞ്ഞാൽ തെറ്റായിരുന്നു. അതും എടുത്തില്ല. ആകെ പെട്ടിരിക്കുകയാണ്. ഓരോരോ സാധനങ്ങൾ കൊത്തി വെച്ചേക്കാം. ഇതൊക്കെ പണ്ടുണ്ടാക്കിയ സാധനങ്ങളായിരിക്കും തോന്നുന്നത്. നമ്മൾ ഈ മ്യൂസിയത്തേക്ക് പോകണ വഴി ഞങ്ങൾ നടന്നാ പോയി. ഇവിടെ എന്തൊക്കെയോ വഴിയും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചാൽ നമ്മൾ നടന്നാ പോകണം. എല്ലാവരും നടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ. അപ്പം നടന്നു പോകണോണ്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഷോപ്പുകൾ കാണാം. ഈ പറഞ്ഞ മാതിരി ചെറിയ ഇതുകളിലാണ്. ഇവിടെ സ്കൂളുണ്ട്. ഇവിടെ മെയിനായിട്ട് തമിഴ്നാട് ആര്യവേപ്പിൻ്റെ മെയിൻ സ്ഥലമാണെന്ന് തോന്നുന്നു. ആര്യവേപ്പ് ഫുള്ള് ആര്യവേപ്പ് പാവുണ്ടാക്കുന്ന സ്ഥലം. ഗൈസ്
തഞ്ചാവൂർ ആർട്ട്. ഇവിടെ പാവയുടെ മെയിൻ സ്പോട്ട്. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറ്റേ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി എന്ന് പറഞ്ഞാൽ 2 ആനത ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് മ്യൂസിയം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ചുമരുമൊക്കെ ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കാം. നല്ല രസമായിട്ട് കാണാം. പ്രത്യേക ടൈപ്പ് പടങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പടം. കാരണം തലയുടെ മേളിൽ അങ്ങനെ വെയിലടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതാണെങ്കിൽ ശ്രദ്ധിക്കാനും പറ്റില്ല. പക്ഷെ കൊള്ളാം. മ്യൂസിയത്തിൽ കയറുന്ന ഒരു വഴി ഇതാണ്. സംഭവം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. മറ്റേ വീക്ക് ഡേ കൊണ്ട് ഇട ദിവസം അങ്ങ് പോയത്. വർക്കിംഗ് ഡേയിലാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുക. നമ്മൾ 2 ആളുണ്ടായിരുന്നു. 50 രൂപ ടിക്കറ്റിനുള്ളൂ. ഞങ്ങൾ 2 ആളുണ്ടായിരുന്നപ്പോൾ 100 രൂപ മേടിച്ച്. ഇതാണ് ഫ്രണ്ട്സ്. വലിയ ഇവിടെ കാണാനായിട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. പക്ഷേ അതായത് പഴയ കണ്ട അവിടെ പുള്ളിക്കാരൻ പടകൻ്റെ ക്യാമറ അടിച്ചു പോയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഔട്ട് ഓഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുന്ന ഒരു കവാടം. മീൻസ് മ്യൂസിയത്തിൽ കയറണത്. ഭയങ്കര ഇരുട്ടാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലൈറ്റൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് കറക്റ്റ് കണ്ടത് ഒരു മറ്റേ തഞ്ചാവൂർ പാവകളുടെ ഒരു ഷോപ്പാണ് ഞാൻ ആദ്യം കണ്ടത്. അവിടെ കയറി ഞാൻ ആദ്യമായിട്ട് തഞ്ചാവൂർ പാവ കാണുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ മേടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന ഒരു സീനാണ് പോകുന്ന സീൻ. ഇത് കാണണം. എൻ്റെ കാണുമ്പോൾ കൊതി മാറില്ല. കാരണം അത് മേക്കിന് വിളയിറ്റ് അടിച്ചിട്ട് കിടന്ന് തിളങ്ങും. ആ ഒരു എന്നിട്ട് പറയാം ബെൽ ടവർ അങ്ങനെ എന്തോ ആയിരുന്നു അത്. ആ പേര് പറഞ്ഞേക്ക് വയസ്സ് കൊള്ളാം. രക്ഷയില്ല. പിന്നെ ഇവിടെ ഈ കൊത്തി വെച്ചാണ് ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുമാതിരി സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് കാണുന്ന സംഭവം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 50 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന വേറൊരു കാര്യമാണ് ഈ പറഞ്ഞ തഞ്ചാവൂർ പാവകളും അവരുടേതായ കാര്യങ്ങളും. അതായത് ഓരോ ശില്പങ്ങൾ അല്ലെങ്കിൽ ഓരോ അവിടുത്തെ ബേസ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു ഷോപ്പുണ്ട് അവിടെ. അതേമാതിരി തന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വീണ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലോട്ടുണ്ട്. അതിപ്പോൾ റീൽസിലൊക്കെ കാണാൻ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം. ഇറങ്ങി ലെഫ്റ്റ് സൈഡിലോട്ട് കുറച്ച് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ വീണ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കാണുന്നത്. നമ്മൾ ചെന്ന ടൈമിൽ അവിടെ ചേട്ടന്മാർ ഫുഡ് കഴിക്കുമായിരുന്നു. സോ നമുക്ക് പുറത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അകത്തുള്ളത് നമ്മളതേം കണ്ടില്ല. കാരണം ഇപ്പോൾ പുറത്ത് പറഞ്ഞ പണി ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞത്. നല്ല രസമാണ് കാണാൻ കേട്ടോ. അവിടെ വന്നിരുന്ന അവിടുത്തെ ഒരു ഓല മേഞ്ഞൊരു സ്ഥലത്താണ് കണ്ടത്. അതിൻ്റെ അകത്തെ ചേട്ടന്മാർ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയില്ല. അവർ ശല്യം ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോരും അടുത്ത സ്ഥലത്തേക്ക് പോരുക ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷെയർ ഓട്ടോ പിടിച്ചു. ഷെയർ ഓട്ടോയിൽ ഒരാൾക്ക് വരുന്നത് 10 രൂപയാണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് കണ്ടുമുട്ടിയോണ്ട് ഞങ്ങൾ 2 പേരും 10 രൂപ ഷെയർ ഇട്ടിട്ട് നമ്മൾ നേരെ പെരികോവിലേക്ക് പോയി. പെരികോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവിടുത്തെ കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. അതായത് അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ഒരു രക്ഷയില്ല. മേളിൽ നിന്ന് വെയിലടിച്ചിട്ടാണെങ്കിൽ മേളിലേക്ക് നോക്കാനേ പറ്റണില്ല. ഇവിടുത്തെ വ്യൂ അതായത് പറഞ്ഞിരിക്കാൻ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം കൊള്ളാം. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ആചാരങ്ങളും മീൻസ് അവിടുത്തെ നടന്ന കഥകളും കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ബോർഡാണ് അവിടെ. അതിൽ പണ്ട് നടന്ന കാര്യങ്ങളും ഓരോ എന്ത് കൊണ്ടാണ് എങ്ങനെയാണ് ഇത് പണിഞ്ഞത്, എന്ത് കാരണമാണ്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയണ ഒരു എഴുത്തി വെച്ചിട്ടുണ്ട് അവിടെ. നമുക്കിപ്പോൾ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് മേളിലേക്ക് നോക്കും തോറും അവിടെ നിന്ന് ക്യാമറ എടുക്കാൻ തോന്നുന്നില്ല. കാരണം അതേമാതിരത്തെ വ്യൂസാണ് അവിടെ. കാരണം എന്താ പറയുക, ആ ഓരോ ശില്പങ്ങളും അല്ലെങ്കിൽ ആ അമ്പലം പണിതണ രീതികളെല്ലാം ഒരു രക്ഷയില്ല. മാരക പണി ചെയ്ത് വെച്ചാണ്. കൊതി മാറില്ല കണ്ടു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഈ കല്ലിൻ്റെ ഇടയിൽ ഒന്നുമില്ല. മണ്ണോ സിമെൻറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ കല്ല് വെട്ടി നല്ല മെനക്കി വെട്ടിയെടുത്ത് ഓരോ കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ചാണ് അവരിത് പണിതേണത്. അപ്പോൾ അവരുടെ ഒരു കഴിവ് ആലോചിച്ച് നോക്കി. ഒരു രക്ഷയില്ല. കാരണം ഇങ്ങനെ വെച്ച് കാരണം ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക ഒന്നും സെറ്റ് ആയിട്ടില്ല. വേറെ ഒന്നുമില്ല. കൽബൈ എന്ന് വെച്ചാൽ ഓരോ കല്ല് ഇതന്നെ അടുത്ത കല്ല് അങ്ങനെ വെച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ. അവിടെ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ടൊരു വ്യൂ ഉണ്ട്. ഇതേ കണ്ട എൻ്റെ പൊന്നോ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാണുമ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നിൽക്കും. മജ്ജാതി രസമായിരുന്നു അവിടുത്തെ ഒരു. അതേപോലെ ഇരിക്കണേ. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളിലേക്ക് ചെരുപ്പ് അലൗഡല്ല. ചെരുപ്പ് നമ്മൾ ഇങ്ങനത്തെ സഞ്ചിയിലാക്കിയിട്ട് ഇവിടെ ഹുക്കിൽ കുളത്തിയിടണം. എന്നിട്ട് ആ നമ്പർ നമ്മൾ ഇവിടെയുള്ള ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ നമുക്കൊരു ടിക്കറ്റ് എഴുതി തരും. അതിലൊരു പെയർ ചെരുപ്പിന് 10 രൂപ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. അവന് 2 പേരുടെ 20 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളിത് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സഞ്ചിയിൽ നിന്ന് അതെടുത്തിട്ട് നമുക്ക് തരും. ദെൻ ഈ എന്താ പറയുക, ഈ ചെരുപ്പിടാണ്ട് നട്ടപ്പറ ഉച്ചയ്ക്ക് ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫീലുണ്ട്. എൻ്റെ കാല് പൊള്ളി പരിവം. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ നൈസായിട്ട് പോയി എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ്. കാരണം പെരികോവിൻ്റെ അകത്തേക്ക് വേണ്ട വേറൊരു വഴിയുണ്ട്. ഈ ചാക്കിൽ കൂടെ നടക്കാൻ പറ്റും. ചാക്കും ഈ പറഞ്ഞ മാതിരി ചൂടടിച്ച് പഴുത്തിരിക്കുക. ചൂടെടുത്ത് ഞങ്ങൾ വയ്യാണ്ടേ കാരണം മൊബൈലിൽ നോക്കി അമ്മാതിരി ചൂടാ നോക്കി.
അതിൻ്റെ സൈഡിൽ ഇവിടെ നല്ല അടിപൊളി ഒരു സ്പേസ് കിട്ടി. ഇങ്ങനെ ചാരി ഇനി കുറച്ച് നേരം ഇവിടെ കിടക്കും. കിടന്നിട്ട് നമ്മൾ ഒരു 4:45 ആവുമ്പോൾ നൈസായിട്ട് പോകും. അല്ലാണ്ട് പറ്റില്ല, മുട്ടാൻ വെയില്ല. അതുകൊണ്ടല്ല ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇത് വിസിറ്റ് ചെയ്യണം. ഒരു പക്ഷേ താജ്മഹൽ ഇല്ലാതിരുന്നെങ്കിൽ ലോകാത്ഭുതത്തിൽ വരെ സ്ഥാനം പിടിക്കാവുന്ന ഒരു സാധനമാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ അടുത്താണ്. ഒരു ഓവർനൈറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. നിസ്സാര ഒരു 1000 രൂപ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ജമ്മാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി മലയാളീസും ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സത്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് മെയിൻ അമ്പലത്തിലേക്ക് വരാം. പക്ഷേ ഒരു ദിവസം ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ വരുമ്പോൾ കുട കരുതുക, സൺസ്ക്രീൻ കരുതുക, ഉച്ച സമയത്തുള്ള യാത്ര ഇത് മസ്റ്റ്. സൺഗ്ലാസ് മസ്റ്റ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞങ്ങളൊക്കെ ടാൻ അടിച്ച് ഏറെക്കുറെ ടാൻ അടിച്ച് നശിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കിട്ടിയത് എക്സ്പീരിയൻസ്, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. നൈസാണ്. പുള്ളി ഞാനിവിടെ വെച്ച് കണ്ടതാ. രക്ഷയില്ല, ഞങ്ങ സോളോ ട്രിപ്പ് അടിച്ച് വന്നപ്പോൾ ഞങ്ങ കമ്പനിക്കാരായി. പിന്നെ ഞാൻ വേറെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നാണ് കിടന്നുറങ്ങിയത്. കാരണം 3 മണി 2:30 ടൈമിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ മനസ്സിലായ ടൈമിൽ നമുക്ക് ഇവിടെ കറങ്ങി ചുറ്റി നടക്കില്ലാന്ന് നമ്മളിതിന് സൈഡിൽ കിടക്കാനുള്ള പരിപാടി. അപ്പോൾ നമ്മളിവിടെ കിടന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സൈഡിലേക്ക് നോക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ മൊത്തം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ ഈ ഇടുന്ന് ആലോചിക്കുന്നത്. പിന്നെ ഓരോ സൈഡിലേക്ക് തിരിയും തോറും മാരക വ്യൂവും കൂടി ആയതുകൊണ്ട് എനിക്ക് ക്യാമറ നിലത്ത് വയ്ക്കാൻ തോന്നണില്ല. അതായത് എൻ്റെ കണ്ണെപ്പോഴും ക്യാമറ എടുത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതേപോലെയാണ്. അതിനിടയ്ക്ക് എൻ്റെ ക്യാമറയുടെ ഔട്ട് ഓഫ് ഫോക്കസും മാങ്ങി ഒക്കെ പോയി. എന്താണെന്ന് പറയുക, അവിടുത്തെ ചൂടിൻ്റെയാണ് എൻ്റെ ഫോണിൻ്റെ എല്ലാ വെടിക്കെട്ടും കഴിഞ്ഞോന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് ആ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കാം, എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് കാണുമ്പോൾ. കാരണം അതിൽ ഓരോ ഇതിനും ഓരോ അർത്ഥങ്ങളുണ്ടെന്നാണ് എനിക്കറിയാം. പക്ഷെ അതിലെങ്ങനെയാണെന്നും എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഇവിടേക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ കുറേ ശിവലിംഗങ്ങളുണ്ട് ഇവിടെ. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു 100 സംതിങ് ശിവലിംഗങ്ങളുണ്ടെന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടത്. സോ ഞാൻ കുറച്ച് നേരം എത്തി ചോദിക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഈ പറഞ്ഞ പെരിയ കോവിലിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് ഞാൻ നോക്കിക്കായിരുന്നു. അതേമാതിരി വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂണുകളെല്ലാം കല്ല് വെച്ച് ഒറ്റ കല്ലാണ്. മീൻസ് ഒരു 5 അടി ഹൈറ്റിലൊരു കല്ല് കൊത്തി നേരെയാക്കി സ്ക്വയറിൽ എടുത്തേക്കാണ്. അതും ഭയങ്കര കഴിവാണ്. ഇത് എങ്ങനെയാണ് ഇവന്മാർ സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി 10:30 കാരക്കൽ എക്സ്പ്രസ് ഉണ്ട് എറണാകുളത്ത് നിന്ന്. എറണാകുളത്ത് നിന്ന് 10:30 എടുക്കും. രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും നമ്മുടെ എറണാകുളത്ത് എത്തും. അത് കഴിഞ്ഞ് അതേ ട്രെയിൻ തന്നെ റിട്ടേൺ ഉണ്ട് നമുക്ക്. വൈകുന്നേരം 6:30 ആ ട്രെയിൻ തന്നെ അവിടെ നിന്ന് കാരക്കലിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും എറണാകുളം സൗത്തിലെത്തും. സോ എല്ലാവരും മാക്സിമം ഒരു ദിവസമല്ലേ പോട്ടെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാൻ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ കണ്ട് രസിക്കാനായിട്ടും കാണാനും പഠിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം അത്രമാത്രം ഇവിടെ ഉണ്ട്, കണ്ട് മനസ്സിലാക്കണം. എനിക്ക് പറഞ്ഞു തരാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ വന്ന് കണ്ട് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക എല്ലാവരും. മാക്സിമം എല്ലാവരും വരാൻ നോക്കുക കേട്ടോ ഇവിടെ. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെ ഈ കോവിലിൻ്റെ ഫുള്ള് സർക്കിൾ, അതായത് അറ്റം തുടങ്ങി ഈ അറ്റം വരെ റൗണ്ടിൽ എല്ലാം അതിൻ്റെ കീഴിൽ ഇങ്ങനെ ഓരോ ലെറ്ററിൽ ഇങ്ങനെ കുത്തി മീൻസ് കല്ലിൽ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. വല്ല മന്ത്രങ്ങളാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് അന്ന് നടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. കാരണം എനിക്ക് ഈ ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ. അതേ മുക്കിലും മൂലയ്ക്കും എല്ലാ ഭിത്തിയും അവർ ഇതേമാതിരി കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതും ഈ പറഞ്ഞ മാതിരി കുറേ ടൈം എടുത്തിട്ടുണ്ട്. കാരണം ഇത് കുത്തി ഉണ്ടാക്കണേ, വരയ്ക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. കൊത്തി വെച്ച് എങ്ങനെയാണ് അവന്മാർ സെറ്റ് ചെയ്തെടുത്തതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്തോരം കണ്ടാലും മതിയാവില്ല. ഞാനിങ്ങനെ ഓരോ ആംഗിളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുക. കുറേ നേരം അവിടെ ഞാൻ ഇരുന്നു, കുറേ നേരം കിടന്നു. നല്ല രസമാണ് അവിടെ വരാൻ, ഇരിക്കാനും നിൽക്കാനും. നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അവിടെ. സത്യം പറഞ്ഞാൽ കണ്ണാട ഷോക്ക് വയ്ക്കണതല്ല ഗൈസ്. കണ്ണാട വയ്ക്കാൻ ഇവിടേക്ക് നോക്കാൻ പറ്റില്ല. എൻ്റെ ബാക്കിൽ നോക്കിയേ, ഒരു രക്ഷയില്ല. മൂഡേഷ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡേഷ് സ്ഥലം. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലം, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, സംഭവം സെറ്റാണ്. ഇവിടെ എല്ലാവരും വരെ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം ഇതും ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം, അതായത് ഇത് ഇവിടെ നോക്കിയോളൂ, ഇത് എഴുതിയാണത് വരെ ഈ ഓരോ കല്ലിനും ഓരോരോ കഥകൾ. മീൻസ് ഓരോ കല്ലിനും ഓരോരോ
കാര്യങ്ങളുണ്ട് പറയാം. അതേപോലെ ഇരിക്കണം ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വിരിക്കാറിയില്ല, കാരണം കണ്ടെന്നെ മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും വരാം. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കൊന്നറിയില്ല, കാരണം സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ട് വന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത് എന്താ പറയുക, ഇതിൽ കാണാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളില്ല. വന്ന് കണ്ട് ഇഷ്ടപ്പെടുക. കാരണം വീട്ടിലൊന്നും വെറുതെ ഇരുന്നൊരു കാര്യമില്ല. എല്ലാവരും ഇങ്ങോട്ട് വരിക, എൻജോയ് ചെയ്യാൻ മാക്സിമം. ഒരു ദിവസം ആവശ്യമുള്ളൂ, പിന്നെ ഈ കരിഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. കരിഞ്ഞിരുന്നാൽ 2 ദിവസം കഴിയുമ്പോൾ ഈ കരിപ്പൊക്കെ മാറും. പക്ഷേ ഇതിൻ്റെ കിട്ടുന്ന മെമ്മറീസ് ഉണ്ടല്ലോ, കാരണം അതേമാതിരിയാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ, എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.